തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിര കൊലക്കേസാണ്. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ നിർണായക മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ആതിരയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയതെന്നാണ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി. ആതിര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലാണ് കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട്. വിശദാംശങ്ങളുമായി ബി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, പോലീസ് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണിതെന്ന് ഈ ജോൺസൺ ഔസേപ്പ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചില സൂചനകൾ, ഇരുവരും തമ്മിലുള്ള ഈ സാമ്പത്തിക തർക്കം, അതായത് ഈ ആതിരയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഇയാൾ പണം പലപ്പോഴും വാങ്ങിയിരുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങിയിരുന്നു. ഇതേ തുടർന്നുള്ള ചില തർക്കങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു തുടക്കത്തിൽ ലഭ്യമായ വിവരം. പക്ഷേ പ്രതിയുടെ മൊഴി അനുസരിച്ച് അതിക്രൂരമായ രീതിയിൽ, അതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ക്രൂരമായ രീതിയിൽ നടപ്പാക്കിയ കൊലപാതകം. എന്തിനാണ് ഇത്രയധികം ഒരു ക്രൂരത ഈ പ്രണയിച്ചിരുന്ന ഈ ആതിരയോട് ഇയാൾ കാട്ടിയതെന്ന് മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ടോ വിനോദ്? ടോം, പ്രതി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അത്യാഹിത വിഭാഗത്തിലായിരുന്നു, പിന്നീട് വാർഡിലേക്ക് മാറ്റി. ഈ സമയത്താണ് പോലീസ് മൊഴിയെടുത്തത്. ഈ മൊഴിയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ മൊഴിയിലാണുള്ളത്. അതായത് തന്നോടൊപ്പം വരാത്തതിന്റെ പേരിലായിരുന്നു ഈ അരുൺ കൊല എന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിലധികമായി ബന്ധമുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ യുവതിയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇടയ്ക്ക് തന്നോടൊപ്പം വരണമെന്നാവശ്യപ്പെട്ടു. ഭർത്താവിനെയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും ഉപേക്ഷിച്ച് തന്റെ കൂടെ വരണമെന്ന ആവശ്യം, അത് നിരസിച്ചതിലെ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമായത്. പ്രതി പറയുന്നത് കൃത്യം നടന്ന ദിവസം രാവിലെ 6 മണിയോടുകൂടി തന്നെ ആതിരയുടെ വീടിനടുത്ത് വന്നിരുന്നു. ജോൺസൺ അവിടെ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഭർത്താവ് രാജീവ് 5 മണിക്ക് തന്നെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോയി 8 മണിയോടുകൂടി ആതിര 2ാം ക്ലാസ്സുകാരനായ മകനെ സ്കൂൾ വാനിൽ കയറ്റിവിടുകയും ചെയ്തു. ഈ സമയം ആതിര വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഒപ്പം ജോൺസണും ഈ വീട്ടിനുള്ളിലേക്ക് കയറി. നേരത്തെ തന്നെ ബന്ധമുള്ളതിനാൽ വധഭീഷണി നിലനിൽക്കുന്നെങ്കിൽ കൂടി ഒരു സൌഹൃദം തുടരുകയായിരുന്നു. പിന്നീട് ഫോണിലൂടെയൊക്കെ സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു എന്നൊരു തോന്നൽ ജോൺസൺ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് എതിർപ്പുകളോ ബഹളമോ ഒന്നും തന്നെ ആതിര ഉണ്ടാക്കിയില്ല. അകത്ത് വന്ന ജോൺസന് ആതിര ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഏറെക്കുറെ നഗ്നമായ നിലയിലായിരുന്നു ആതിരയുടെ മൃതദേഹം ആ മുറിക്കുള്ളിൽ കണ്ടെത്തിയത്. കട്ടിലിൽ കിടക്കുന്ന തരത്തിലായിരുന്നു. സമയത്ത് ഈ ലൈംഗിക ബന്ധം നടക്കുന്ന സമയത്താണ് കത്തികൊണ്ട് താൻ കഴുത്ത് മുറിച്ചത്, യുവതിയുടെ കഴുത്ത് മുറിച്ചതെന്ന് ജോൺസൺ മൊഴി നൽകിയിട്ടുണ്ട്. കത്തി ജോൺസൺ തന്നെ കൊണ്ടുവന്നതാണ്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ജോൺസൺ സമീപത്ത് തന്നെയുള്ള പെരുമാതുറയിലുള്ള ലോഡ്ജിൽ 2 ദിവസമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തിയാണ്. ഈ കത്തിയുമായി വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ആതിര കാണാതിരിക്കാനായി ബെഡിന് മെത്തയ്ക്കടിയിലേക്ക് ഈ കത്തി ഒളിപ്പിച്ചു വെക്കുന്നു. ആ സമയത്ത് ആതിര ചായ ഉണ്ടാക്കുന്ന സമയമാണ്. ഈ സമയത്ത് കത്തി മെത്തയുടെ ഉള്ളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത തരത്തിൽ. പിന്നീട് ആ ബെഡിലേക്കാണ് ഇരുവരും വരുന്നത്. അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ബെഡിനടിയിൽ നിന്ന് കത്തിയെടുക്കുകയും യുവതിയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയുമായിരുന്നു. ഏതാണ്ട് പകുതിയിലധികം അറ്റുപോയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവ്. പ്രതിയെ ഇനി കൊണ്ടുവന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം കോട്ടയത്ത് തുടരുകയാണ്. ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ചായിരിക്കും ഇനി പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരിക. കരളിൽ വിഷാംശമുണ്ട്. നേരത്തെ പിടിയിലാകും എന്ന് ഉറപ്പായതോടുകൂടി ചിങ്ങവനത്തുണ്ടായിരുന്ന ജോൺസൺ അമിതമായി ഗുളിക കഴിക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്തുവെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയത്. ഇപ്പോഴും ആ ചികിത്സയിൽ തുടരുകയാണ്. കരളിൽ ബാധിച്ച വിഷാംശം അത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക. ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കും പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. താനാണ് ഈ കൃത്യം നടത്തിയതെന്നും മറ്റാർക്കും ഇതിൽ പങ്കില്ലെന്നും മറ്റാരുടെയും സഹായം താൻ തേടിയിരുന്നില്ലെന്നും ജോൺസൺ പറയുന്നുണ്ട്. നേരത്തെയും ഈ വീട്ടിൽ ജോൺസൺ വന്നുപോയിരുന്നു. ആതിരയുമായി പലയിടങ്ങളിലായി സഞ്ചരിക്കുകയും ഇവർ നേരത്തെ തന്നെ പലയിടങ്ങളിൽ രണ്ടുപേരുമായി യാത്ര ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ വെച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ആ ദൃശ്യങ്ങൾ വെച്ച് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഭർത്താവിനോട് നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഭർത്താവിന് അറിയാമായിരുന്നു. അത് തടയുന്നതിന് വലിയ തോതിൽ
തടയുന്നതിലുള്ള ഒരു ശ്രമം രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു ഘട്ടത്തിൽ രാജീവ് ആതിരയുടെ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു. പിന്നീട് നിർബന്ധം കാരണം ഈ ഫോൺ തിരികെ കൊടുത്തു. ഏറ്റവും ഒടുവിൽ വധഭീഷണി ഉണ്ടാകുമ്പോൾ, ഈ കൃത്യം നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപാണ് വധഭീഷണി ഉണ്ടാകുന്നത്. ആ സമയത്ത് രാജീവ് ഇത് പോലീസിനെ അറിയിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ആതിര പറഞ്ഞത് ഇത് നാട്ടുകാർ അറിഞ്ഞാൽ അപമാനമാണ്, ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന കാര്യം. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം, ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഒരു കൊലപാതകം നടത്തും, അതും പുറലോകം അറിയാതെ, പിന്നീട് 2 ദിവസത്തോളം പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ അതിവിദഗ്ധമായ രീതിയിൽ ഇതുപോലുള്ള ഒരു കുറ്റകൃത്യം നടത്തണമെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം, ഒരു ക്രിമിനൽ പശ്ചാത്തലം സ്വാഭാവികമായും കാണേണ്ടതല്ലേ? ഇതിനു മുൻപ് ഇയാൾ താമസിച്ചിരുന്ന കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ ഈ കൊലയാളിയായിട്ടുള്ള ജോൺസൺ? ടോം ജോൺസൺ കൊല്ലം സ്വദേശിയാണ്, ദളവാപുരം സ്വദേശിയാണ്. പക്ഷേ വളരെ കാലം മുൻപ് തന്നെ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്നു. കൊച്ചിയിലെത്തുകയും അവിടെ വിവാഹിതനാവുകയും 3 കുഞ്ഞുങ്ങൾ ആ ബന്ധത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ 5 വർഷം മുൻപ് ഈ വിവാഹബന്ധം വേർപെടുത്തി അവിടെ സൈക്കോ ഔസേപ്പ് എന്നാണ് ജോൺസൺ അറിയപ്പെടുന്നത്. അതായത് ജോൺസന്റെ പല രീതികളും അത് സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അങ്ങനെയാണ് ഈ വിവാഹബന്ധം വേർപെട്ടു പോയതുപോലും. ഇവർ ഈ സൗഹൃദത്തിലാകുന്ന സമയത്ത് തന്നെ ആതിരയും ജോൺസണും ആതിരയുടെ മറ്റൊരു വനിതാ സുഹൃത്തും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. റീൽസുകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ ജോൺസന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഈ വനിതാ സുഹൃത്ത് പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നു. പക്ഷേ ആതിര അപ്പോഴും തുടരുകയായിരുന്നു. ഈ അമിതമായ ഇൻസ്റ്റയിലെ ഉപയോഗം അത് രാജീവ് പലപ്പോഴും ചോദ്യം ചെയ്യുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ആതിര വഴങ്ങിയിരുന്നില്ല എന്നതാണ് വസ്തുത. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പലതും അനുവദിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് രാജീവ് പോവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വധഭീഷണി ഉണ്ടാകുമ്പോൾ പോലീസിനെ അറിയിക്കാമെന്ന് രാജീവ് പറയുമ്പോഴും അത് തടഞ്ഞത് ആതിരയാണ്. ഈ ഭർത്താവും കുഞ്ഞും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ജോൺസൺ വരുമ്പോൾ ചായ നൽകുകയും ചെയ്യുന്നു. അതായത് വീണ്ടും തർക്കങ്ങൾ പരിഹരിച്ചു എന്നൊരു പ്രതീതി ജോൺസൺ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ആതിര വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കത്തികൊണ്ട് കൊലപാതകം നടത്തിയത്. ടോം. വ്യക്തമാണ്. BV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കഠിനംകുളം ആതിര കൊലക്കേസിലാണ് പ്രതിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ മണലൂരിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആ വാർത്തയിലേക്ക് വിശദമായി എത്താം ഇടവേള കഴിഞ്ഞ്.